ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലത്ത് ചോറോട്ടൂർ വെള്ളിയാട് പ്രദേശങ്ങളിൽ റെയിൽവേ ലൈനിനോട് ചേർന്ന കുടുംബങ്ങളുടെ കാൽനട യാത്ര പോലും പ്രതിസന്ധിയിലാകുമെന്ന ആശങ്ക. റെയിൽവേയുടെ സുരക്ഷാ വേലി നിർമ്മാണത്തെ ചൊല്ലിയാണ് നാട്ടുകാർ ആശങ്ക പങ്കുവയ്ക്കുന്നത്. തെക്കുഭാഗത്ത് ഭാരതപ്പുഴയ്ക്കും റെയിൽവേ ട്രാക്കിനും ഇടയിലെ 100-ലേറെ കുടുംബങ്ങളുടെ സഞ്ചാര മാർഗത്തെ ചൊല്ലിയാണ് പരാതി. വടക്കുഭാഗത്ത് റോഡ് അവസാനിക്കുന്ന ഭാഗത്തു നിന്ന് റെയിൽ പാളം കുറുകെ കടന്നും റെയിൽവേ കമാനങ്ങൾക്ക് അടിയിലൂടെയുമാണ് നാട്ടുകാർ മറുവശത്തെ ജനവാസ മേഖലകളിലെത്തുന്നത്. റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് റെയിൽവേ ഭൂമിയുടെ അതിർത്തിയിൽ സുരക്ഷാ വേലി സ്ഥാപിക്കുന്നതോടെ മറുഭാഗം തീർത്തും ഒറ്റപ്പെടും. ഈ പ്രദേശങ്ങളിൽ ഒട്ടേറെ കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായ കാർഷിക മേഖലയും കടുത്ത പ്രതിസന്ധിയിലാകും. തെക്കുഭാഗത്ത് ഭാരതപ്പുഴയോരത്ത് 3 പാടശേഖരങ്ങളിലായി 200 ഏക്കറോളം നെൽകൃഷിയുണ്ട്. ഇവിടേക്ക് കാർഷിക യന്ത്രങ്ങൾ എത്തിക്കുന്നതും കൊയ്തെടുക്കുന്ന നെല്ലുമായി വാഹനങ്ങൾ പോകുന്നതും കമാനങ്ങൾക്കടിയിലൂടെയാണ്. നെല്ലിന് പുറമെ വാഴ, പച്ചക്കറി, റബ്ബർ തോട്ടങ്ങളും ഏറെയുണ്ട്. ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ശുദ്ധജല പദ്ധതികളുടെ പമ്പ് ഹൗസുകൾ പ്രവർത്തിക്കുന്നതും റെയിൽവേ ട്രാക്കിന്റെ മറുഭാഗത്താണ്. പ്രതിസന്ധി മറികടക്കാൻ ചോറോട്ടൂരിലും വെള്ളിയാട്ടും ആക്ഷൻ കൗൺസിലുകൾ പ്രവർത്തനം തുടങ്ങി. പൂർണ്ണമായും സഞ്ചാരമാർഗം അടയുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളെയും ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരെയും സമീപിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പിന്നെ മറ്റ് രാസവളങ്ങളോ അങ്ങനെയുള്ള ജൈവവളങ്ങളോ കൊണ്ടുവച്ചാൽ വാഹന സൗകര്യം ഇല്ലെങ്കിൽ തീരെ സാധിക്കില്ല. അപ്പോൾ ഈ സുരക്ഷാവേലി വരുന്നതോട് കൂടിയിട്ട് ആ ഒരു സൗകര്യം കൂടി നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. അതിനൊരു പരിഹാരം എന്തായാലും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രക്ഷോഭ സമരങ്ങൾ ആവശ്യമാണെന്ന് വെച്ചാൽ അതും ഞങ്ങൾ ഈ നാട്ടുകാരെ ഒന്നിച്ചുകൂടി നടത്തും. ഇവിടെ ദിവസം പുഴ ഉപയോഗിക്കുന്നു. നെൽകൃഷി ആയാലും മറ്റ് കൃഷികളായാലും ഒക്കെ തന്നെ തടസ്സം വരാത്ത രൂപത്തിൽ അതിനെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി തരണം. റെയിൽവേയുടെ അതിസുരക്ഷാ വേലി എന്ന് പറഞ്ഞ ആ വേലി വരുന്ന സന്ദർഭത്തിൽ ഈ വാണിയംകുളം പഞ്ചായത്തിലെ 11, 13 വാർഡുകളിൽ ഈ വെള്ളിയാട് പ്രദേശത്തുള്ളവർക്ക് സഞ്ചാരയോഗ്യ അടക്കം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിന് നമ്മൾ അങ്ങോട്ട് പാതയുടെ തെക്കേപ്പുറത്തേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്താണ് റെയിൽവേക്ക് പരിഗണിക്കാൻ കഴിയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ട് അതിനൊരു ശ്രമം ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കഴിഞ്ഞിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുടിവെള്ളം, അതിൻ്റെ വാട്ടർ ടാങ്ക്, അതിൻ്റെ പദ്ധതികളൊക്കെ പുഴയിലാണ് ഇരിക്കുന്നത്. പിന്നെ അത് പുറമെ നമ്മൾ പുഴ ധാരാളം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തെക്ക് ഭാഗത്താണെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ ഏകദേശം 15ഓളം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ റെയിലിൻ്റെ മുകളിൽ കൂടിയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തും കൂടിയാണ് യാത്ര ചെയ്തിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.